ഒത്തിരി പ്രതിസന്ധികളിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത വഴികളൊന്നും കാണാതെ ഇരിക്കുന്ന സമയത്ത് ഫിലിപ്പോസ് ചോദിക്കുകയാണ്, എന്ത് ചെയ്യും? ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്നുണ്ട്, പക്ഷെ എവിടെന്ന്? കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നുണ്ട്, പക്ഷെ എവിടെന്ന്? ഒരുപാട് വിഷയങ്ങൾ മുന്നിൽ വന്ന് നിൽപ്പുണ്ട്, അത് പരിഹരിക്കണമെന്നുണ്ട്, പക്ഷേ എങ്ങനെ? പക്ഷെ യേശുവിനെ നോക്കിക്കേ, യേശുവിനറിയാം. ദൈവത്തെ സ്തുതിക്കും. ഈ ശിഷ്യന്മാരിൽ ഒരുത്തനായിരിക്കുന്ന ഫിലിപ്പോസ്, ഈ ഫിലിപ്പോസിനോട് കർത്താവ് ചോദിക്കുകയാണ്, ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് നമുക്ക് എവിടെ നിന്നാണ്? ഫിലിപ്പോസിന്റെ മറുപടി എന്താണ്? അല്പമെങ്കിലും ഭക്ഷണം നമ്മൾക്ക് ഇത്രയും ആളുകൾക്ക് കൊടുക്കണമെങ്കിൽ 200 പണത്തിനുള്ള അപ്പം മതിയാകയില്ല. ഫിലിപ്പോസ് പറയാ, ഇതൊരിക്കലും സാധ്യമല്ല. 2 വിഭാഗത്തെ കാണാം. ഒന്ന് ഫിലിപ്പോസിനെ പോലെ, ഫിലിപ്പോസ് പറയും നോ, ഒരു സാധ്യതയുമില്ല. പക്ഷെ അടുത്ത വിഭാഗം യേശുവാണ്. യേശുവിനറിയാം താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ആത്മാവിൽ നടക്കുന്നവന് അറിയാം ഇതിനകത്തൊരു സൂപ്പർ നാച്ചുറൽ വെളിപ്പെടും. യേശുവിന് മനസ്സിലായി എന്തോ ഒന്ന് ചെയ്യാൻ പോകുകയാണ്. അത് യേശുവിന് നന്നായി അറിയാം. കാരണം യേശു നടക്കുന്നത് ആത്മാവിലാണ്. യേശു ചെയ്യാൻ പോകുന്ന ഇതാണ്, എന്റെ കരം ശൂന്യമാണ്, പക്ഷെ പിതാവിൽ നിന്ന് എനിക്ക് കിട്ടും. ഈ 5000-ഓളം പുരുഷന്മാര് ഭക്ഷിച്ച്, സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം ഭക്ഷിച്ചാലും തിന്ന് ശേഷിപ്പിക്കുന്ന ചില നന്മകൾ ഈ പിതാവിന്റെ കരത്തിൽ നിന്ന് ലഭിക്കുമെന്ന് യേശുവിനറിയാം. പക്ഷെ യേശു ചോദിക്കുക, ഇത്രയും പുരുഷാരുണ്ട്, ഇവർക്കൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് എവിടെ നിന്നാണ് അപ്പം വാങ്ങിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ചില സമയങ്ങൾ എന്ത് ചെയ്യും, ചില സമയങ്ങൾ നമ്മെ അടുത്തത് എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉത്തരമില്ലാത്ത ചോദ്യവുമായിട്ട് പലപ്പോഴും പല വിഷയങ്ങളിൽ നമുക്ക് മുന്നേറേണ്ടി വന്നിട്ടുണ്ട്. ജീവിത വിഷയങ്ങളിൽ പലപ്പോഴും അടുത്തത് എങ്ങനെ, ഈ കാര്യങ്ങൾ എങ്ങനെ നടക്കും, ഈ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുക എന്നിത്യാദി വിഷയങ്ങൾ വളരെ ഭാരത്തോടെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്തോത്രം. ഇവിടുത്തെ വിഷയം ഇതാണ്. ഫിലിപ്പോസ് ചോദിക്കുക, എന്ത് ചെയ്യും? ഹല്ലേലൂയ. മനസ്സിലായവർ കർത്താവിനൊന്ന് സ്തുതിച്ച്. ഒത്തിരി പ്രതിസന്ധികളിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത വഴികളൊന്നും കാണാതെ ഇരിക്കുന്ന സമയത്ത് ഫിലിപ്പോസ് ചോദിക്കുകയാണ്, എന്ത് ചെയ്യും? ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്നുണ്ട്, പക്ഷെ എവിടെന്ന്? കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നുണ്ട്, പക്ഷെ എവിടെന്ന്? ഒരുപാട് വിഷയങ്ങൾ മുന്നിൽ വന്ന് നിൽപ്പുണ്ട്, അത് പരിഹരിക്കണമെന്നുണ്ട്, പക്ഷേ എങ്ങനെ? പക്ഷെ യേശുവിനെ നോക്കിക്കേ, യേശുവിനറിയാം താൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. യേശുവിന്റെ അടുത്ത് നിൽക്കുന്ന ഫിലിപ്പോസ് യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിരുന്നെങ്കിൽ പറയാം, കർത്താവേ, നിനക്ക് സകലതും സാധ്യമാണ്. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പരിശുദ്ധ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ, കടിനാളുകളിൽ ചോദിച്ചില്ല എന്ത് ചെയ്യുമെന്നോ, യേശുവിനറിയാം താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. യേശുവിനറിയാം നീ സ്റ്റക്കായി നിൽക്കുന്ന നിന്റെ വിഷയം. യേശുവിനറിയാം നിന്റെ പ്രശ്നം. യേശുവിനറിയാം നിനക്ക് എന്ത് വേണം ചെയ്തു തരേണ്ടതെന്ന് യേശുവിന് നന്നായി അറിയാം.
കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നെ സ്റ്റക്കായി നിൽക്കുന്നത് പോലെ ആമേൻ, പ്രാർത്ഥനയുടെ നടുവിൽ വേവലാതിമുണ്ട്, വിഷമിച്ച് അടുത്തത് എങ്ങനെയായിരിക്കും, അടുത്തത് എന്താണ് എന്നറിയാത്ത, വഴികൾ തുറന്നു കാണാത്ത നിമിഷങ്ങളിൽ വെപ്രാളപ്പെട്ടോണ്ട് ഫിലിപ്പോസിനെ പോലെ ഇത്രയും പേർക്ക് എവിടെ നിന്ന് അപ്പം കൊടുക്കുമെന്ന് പറഞ്ഞ ആ ചോദ്യം പോലെ നിൽക്കുമ്പോൾ യേശുവിനറിയാം താൻ എന്താണ് ചെയ്യാൻ പോകുന്നത്.